നമസ്കാരം. ഈ പുതിയ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 പരീക്ഷാഫലം ഒക്കെ വന്നതിന് ശേഷം ഇനി ഏത് കോളേജിൽ ചേരണം, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നൊക്കെ ആലോചിച്ച് വലിയ ടെൻഷനിലാണോ നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളും? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI, സൈബർ സെക്യൂരിറ്റി, ഡേറ്റ അനലിറ്റിക്സ്, എവിടെ തിരിഞ്ഞാലും കേൾക്കുന്ന ഈ വാക്കുകൾ നിങ്ങളെ ശരിക്കും കൺഫ്യൂഷനിലാക്കുന്നുണ്ടാവും അല്ലേ? ആ ഒരു പ്രഷർ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ടെൻഷൻ മാറ്റാൻ വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ഈ വിവരണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അജണ്ട എന്താണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. കൃത്യമായ ഒരു പ്ലാനിലൂടെ നിങ്ങളുടെ ഉപരിപഠനത്തെക്കുറിച്ചുള്ള എല്ലാ ആശയക്കുഴപ്പങ്ങളും നമ്മളിന്ന് മാറ്റാൻ പോവുകയാണ്. AI യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ്? AI നിർമ്മാണവും ഉപയോഗവും തമ്മിലുള്ള വ്യത്യാസം, പല തൊഴിൽ മേഖലകളിൽ വരുന്ന മാറ്റങ്ങൾ, ശരിയായ കോഴ്സുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം, ഭാവിയിലേക്ക് വേണ്ട സ്കില്ലുകൾ, പിന്നെ ട്രെൻഡിന് പിന്നാലെ പോകാതെ നിങ്ങളുടെ പാഷൻ എങ്ങനെ കണ്ടെത്താം എന്നിവയാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. ഒന്ന്, AI ട്രെൻഡിനു പിന്നിലെ ഭയവും യാഥാർത്ഥ്യവും എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ വിഷയത്തിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന്റെ ജോലികൾ മുഴുവൻ തട്ടിയെടുത്ത് നമ്മളെ തെരുവിലാക്കാൻ വരുന്ന ഏതൊരു വില്ലനാണ് AI എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല കേട്ടോ. AI എന്ന് പറയുന്നത് നമ്മൾ ഭയക്കേണ്ട ഒരു കൊടുങ്കാറ്റല്ല, മറിച്ച് മനസ്സിലാക്കി കൂടെ നിർത്തേണ്ട ഒരു വേലിയേറ്റമാണ്. പണ്ട് കറണ്ടോ അല്ലെങ്കിൽ ഇന്റർനെറ്റൊക്കെ വന്നപ്പോൾ ലോകം മാറിയതുപോലെ എല്ലാ മേഖലകളെയും അടിമുടി മാറ്റാൻ പോകുന്ന ഒരു ജനറൽ പർപ്പസ് ടെക്നോളജിയാണിത്. അതുകൊണ്ട് ഇതിനെ പേടിക്കുകയല്ല, നമ്മുടെ ജോലികൾ കൂടുതൽ എളുപ്പമാക്കുന്ന ഒരു അടിപൊളി അസിസ്റ്റൻ്റായി AI മാറ്റുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് കേൾക്കുന്ന മാതാപിതാക്കൾക്ക് അവരുടെ പഴയ കാലം ഒന്ന് ഓർത്തു നോക്കാവുന്നതാണ്. പണ്ട് ഓഫീസുകളിലൊക്കെ കമ്പ്യൂട്ടറുകൾ വന്ന സമയത്ത് ടൈപ്പിസ്റ്റുമാരുടെ ജോലി മൊത്തം പോകുമെന്ന് ഭയങ്കരമായ ആശങ്കയുണ്ടായിരുന്നു അല്ലേ? ടൈപ്പിംഗ് ജോലികൾ കുറഞ്ഞു എന്നത് സത്യം തന്നെ. പക്ഷേ അതിനേക്കാൾ 1000 മടങ്ങ് പുതിയ ജോലികളാണ് പിന്നീട് IT വ്യവസായം ലോകത്ത് സൃഷ്ടിച്ചത്. അതുതന്നെയാണ് ഇപ്പോൾ AIയുടെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത്. പഴയ ചില റോളുകൾ ഇല്ലാതാകാം, പക്ഷേ നമ്മൾക്കിപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും പുതിയ അവസരങ്ങൾ AI തീർച്ചയായും സൃഷ്ടിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. AI നിർമ്മിക്കുന്നതും അത് ഉപയോഗിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ എങ്ങനെയാണ് ഇതിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും ഓരോ മേഖലയിലുള്ളവരും AIയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ എന്താണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗോ പഠിക്കുന്ന കുട്ടികൾ പഠിക്കേണ്ടത് ഈ AI എങ്ങനെ നിർമ്മിക്കാമെന്നാണ്. അതിനവർ മാത്തമാറ്റിക്സും കോഡിങ്ങും അൽഗരിതങ്ങളുമൊക്കെ വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ടി വരും. എന്നാൽ മെഡിസിൻ, വക്കീൽ പണി അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പോലുള്ള മറ്റു മേഖലകളിലുള്ളവർ ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പകരം അവരുടെ ജോലിയിൽ ഈ AI ടൂളുകൾ എങ്ങനെ ഒരു മികച്ച പാർട്ട്ണറായി ഉപയോഗിക്കാമെന്നാണ് അവർ പഠിക്കേണ്ടത്. മൂന്നാമത്തെ സെക്ഷനിൽ എഞ്ചിനീയറിംഗിന് പുറത്തുള്ള പലതരം പ്രൊഫഷനുകളിൽ AIയുടെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഭാവിയിലൊരു ഡോക്ടർക്കോ വക്കീലിനോ ഒന്നും AI ഉപയോഗിക്കാൻ അറിയാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല. ഉദാഹരണത്തിന് ഹെൽത്ത് കെയർ ഫീൽഡ് തന്നെ എടുക്കാം. മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർക്ക് രോഗനിർണയത്തിന് AIയെ ഒരു സൂപ്പർ അസിസ്റ്റന്റായി ഉപയോഗിക്കാം. സ്കാനിംഗ് റിപ്പോർട്ടുകളിലെ വളരെ ചെറിയ വ്യത്യാസങ്ങൾ പോലും കണ്ടുപിടിക്കാനും രോഗിക്ക് ഭാവിയിൽ വരാനിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ മുൻകൂട്ടി കണ്ട് കൂടുതൽ മികച്ച ചികിത്സ നൽകാനും AI ഡോക്ടർമാരെ സഹായിക്കും. ഇനി നിയമം, ഹ്യൂമാനിറ്റീസ് പോലുള്ള വിഷയങ്ങളിലെ മാറ്റങ്ങൾ കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ആയിരക്കണക്കിന് പഴയ കേസുകളുടെ ഫയലുകൾ പരിശോധിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തെളിവുകളും റഫറൻസുകളും കണ്ടെത്താൻ AI വക്കീലന്മാരെ സഹായിക്കും. ഇതുവഴി കോടതിയിൽ അവർക്ക് നല്ല കിടിലം വാദങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചരിത്രം പഠിക്കുന്ന കുട്ടികൾക്ക് പഴയ ലിപികളും ഡോക്യുമെന്റുകളൊക്കെ വളരെ പെട്ടെന്ന് ഡിജിറ്റൈസ് ചെയ്യാനും അത് അനലൈസ് ചെയ്യാനും ഇത്തരം ടൂളുകൾ വലിയ രീതിയിൽ ഉപകാരപ്പെടും. ഇനിയിപ്പോൾ കൃഷിയുടെ കാര്യത്തിലോ? നമ്മുടെ കോട്ടയം പോലെയുള്ള സ്ഥലങ്ങളിലെ കർഷകരെ ഒന്ന് ആലോചിച്ചു നോക്കൂ. അവരുടെ മണ്ണിന്റെ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കാനും ഇനി എപ്പോഴാണ് മഴ പെയ്യുക എന്നൊക്കെ കൃത്യമായി മുൻകൂട്ടി അറിയാനും മാർക്കറ്റിലെ മാറ്റങ്ങൾ മനസ്സിലാക്കാനുമൊക്കെ ഈ AI ടൂളുകൾ അവരെ സഹായിക്കും. ഇതിലൂടെ അവർക്ക് നല്ല ഒന്നാന്തരം വിളവുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ എഴുത്തുകാരും ആർട്ടിസ്റ്റുകളും പുതിയ ഐഡിയകൾ കണ്ടെത്താനും ഡ്രാഫ്റ്റ് ചെയ്യാനും ജനറേറ്റീവ് മോഡലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ബിസിനസ് മാനേജ്മെന്റ് പഠിക്കുന്നവർ കസ്റ്റമേഴ്സിന്റെ താൽപ്പര്യങ്ങൾ മുൻകൂട്ടി കണ്ട് പുതിയ ബിസിനസ് സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു. ജേർണലിസ്റ്റുകൾക്ക് ഫേക്ക് ന്യൂസ് കണ്ടുപിടിക്കാനും വലിയ വലിയ ഡാറ്റകൾ തരംതിരിക്കാനും ഇത് സഹായകമാകുന്നു. അധ്യാപകർക്കാണെങ്കിലോ ഓരോ കുട്ടിക്കും മനസ്സിലാകുന്ന രീതിയിൽ ക്ലാസുകൾ ഡിസൈൻ ചെയ്യാനും AI ഉപയോഗിക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ AI നിങ്ങളുടെ കഴിവിനെ കുറയ്ക്കുകയല്ല, മറിച്ച് അത് പല മടങ്ങ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ വിഷയത്തിലേക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കടക്കാം. നാലാമത്തെ സെക്ഷൻ, യഥാർത്ഥ AI കോഴ്സുകളെ എങ്ങനെ തിരിച്ചറിയാം. പേരിലെ ആ ഒരു വാല് കണ്ട് നമ്മൾ ഒരിക്കലും വഞ്ചിതരാവരുത്.
ഇന്ന് എഡ്യൂക്കേഷൻ ഫീൽഡിൽ കാണുന്ന വളരെ മോശമായൊരു പ്രവണതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പല കോളേജുകളും ഏതെങ്കിലും ഒരു സാധാരണ കോഴ്സിന്റെ പേരിന്റെ കൂടെ AI അല്ലെങ്കിൽ ഡേറ്റാ സയൻസ് എന്ന് വെറുതെ ചേർത്തുവെച്ച് ലക്ഷങ്ങളാണ് ഫീസ് വാങ്ങുന്നത്. ഇതൊഴിവാക്കാൻ ഈ സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 1, കോഴ്സിന്റെ പേര് കണ്ട് മാത്രം മയങ്ങാതിരിക്കുക. ആ കോഴ്സിന്റെ സിലബസ് എന്താണെന്ന് കൃത്യമായി പരിശോധിക്കുക. സ്റ്റെപ്പ് 2, പഠിപ്പിക്കുന്ന അധ്യാപകരെ വിലയിരുത്തുക. അവർക്ക് വെറും തിയറി മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇൻഡസ്ട്രിയിൽ AI ടൂളുകൾ ഉപയോഗിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് നോക്കുക. സ്റ്റെപ്പ് 3, കോളേജുകളിലെ ലാബുകൾ എങ്ങനെയുള്ളതാണെന്ന് അന്വേഷിക്കുക. അത് വെറുമൊരു സാധാരണ കമ്പ്യൂട്ടർ ലാബാണോ, അതോ ഏറ്റവും പുതിയ AI ടൂളുകൾ പരിശീലിപ്പിക്കുന്ന ശരിക്കുള്ള AI ലാബുകൾ അവിടെയുണ്ടോ എന്ന് ചോദിച്ചറിയുക. കുട്ടികൾക്ക് ഹാൻഡ്സ് ഓണായിട്ട് പ്രാക്ടിക്കൽ പരിശീലനം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. 5ാമത്തെ സെക്ഷൻ, ഫ്യൂച്ചർ പ്രൂഫായിട്ടുള്ള സ്കില്ലുകൾ. ഏതൊരു സ്പെസിഫിക് സോഫ്റ്റ്വെയറിനപ്പുറം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കാര്യം മനസ്സിലാക്കുക, ടെക്നോളജി എന്ന് പറയുന്നത് ഭയങ്കര സ്പീഡിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് പഠിക്കുന്നൊരു സോഫ്റ്റ്വെയർ നാളെ ഔട്ട്ഡേറ്റഡായി പോകാം. അതുകൊണ്ട് ഭാവിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകാൻ പോകുന്നത് അഡാപ്റ്റബിലിറ്റി അഥവാ പുതിയ മാറ്റങ്ങളെ വേഗത്തിൽ പഠിച്ചെടുക്കാനുള്ള മനസ്സിനാണ്. അതുപോലെ തന്നെ AI തരുന്ന റിസൾട്ടുകൾ കണ്ണടച്ച് വിശ്വസിക്കാതെ അത് യുക്തിസഹമായി ചിന്തിച്ച് വിലയിരുത്താനുള്ള ഒരു ക്രിട്ടിക്കൽ റീസണിംഗ് നമ്മൾ വളർത്തിയെടുക്കണം. പിന്നെ ഡേറ്റകൾ ഒരിക്കലും ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള എത്തിക്കൽ അവയർനെസ് വളരെ നിർണായകമാണ്. പഴയത് മറക്കാനും പുതിയത് പഠിക്കാനുള്ള കഴിവ് നമ്മൾ നേടിയെടുക്കണം. ലളിതമായി പറഞ്ഞാൽ, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് പഠിക്കുക എന്നതാണ് ഭാവിയിൽ വിജയിക്കാൻ വേണ്ട ഏറ്റവും വലിയ സ്കിൽ. ഇനി നമ്മുടെ 6ാമത്തെയും അവസാനത്തെയും സെക്ഷൻ, ട്രെൻഡുകൾക്ക് പിന്നാലെ പോകാതെ നിങ്ങളുടെ പാഷൻ എങ്ങനെ പിന്തുടരാം എന്ന് നോക്കാം. ഇത് ഈ വിവരണം കേൾക്കുന്ന മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. AI എന്ന ഈ വലിയ ഹൈപ്പിന് പിന്നാലെ മാത്രം പോകാതെ ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡ് നോക്കി മാത്രം കുട്ടികളെ ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക് നിർബന്ധിച്ച് വിടാതിരിക്കുക. അവരുടെ യഥാർത്ഥ താൽപ്പര്യങ്ങൾ എന്താണെന്ന് കണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുക. ഓർക്കുക, AI എത്രയൊക്കെ വലുതാണെന്ന് പറഞ്ഞാലും അത് മനുഷ്യൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ്. നമ്മളെ റീപ്ലേസ് ചെയ്യാനല്ല, മറിച്ച് നമ്മുടെ അപാരമായ കഴിവുകളെ നമുക്ക് തന്നെ കാണിച്ചു തരാനാണ് അത് നിലകൊള്ളുന്നത്. നിങ്ങളുടെ കുട്ടിയുടെ ശരിക്കുള്ള താൽപ്പര്യം മെഡിസിനോ മാനേജ്മെൻറ്റോ ലിറ്ററേച്ചറോ അതോ എഞ്ചിനീയറിംഗോ എന്തുമാകട്ടെ, ആ ഫീൽഡിൽ അവർക്ക് വലിയ വിജയം നേടാൻ ഇന്നത്തെ കാലത്ത് AI ഒരു മികച്ച സപ്പോർട്ടായി അവരുടെ കൂടെ തന്നെ ഉണ്ടാകും. അവർക്ക് അവരുടെ പാഷൻ ഫോളോ ചെയ്യാനുള്ള ഫുൾ സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വിവരണം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളോട് ചോദിക്കാനുള്ള അവസാന ചോദ്യം ഇതാണ്: നിങ്ങൾ ഒരു താൽക്കാലിക ട്രെൻഡിനു പിന്നാലെ വെറുതെ പായുകയാണോ, അതോ നിങ്ങളുടെ കുട്ടിയുടെ യഥാർത്ഥ പാഷനെ പിന്തുണയ്ക്കുകയാണോ? ഉപരിപഠനത്തെക്കുറിച്ച് ഒരു പേടിയുമില്ലാതെ കൂളായിട്ട് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഈ ഒരു വിശകലനം നിങ്ങളെ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വിവരങ്ങൾ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കുമൊക്കെ ഷെയർ ചെയ്യുക. ഓർക്കുക, വരും കാലം നമ്മുടേതാണ്.